ഇനി ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ പ്രകരണം എന്നിതിനെ പറയും. അതാണ് ദേവിയുടെ പഞ്ചബ്രഹ്മ സ്വരൂപം എന്ന് പറയുന്നത്. പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി എന്ന 2 മന്ത്രങ്ങളുണ്ട്. പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാദിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി എന്നൊക്കെ പഞ്ചകൃത്യപരായണ എന്നൊക്കെ പല മന്ത്രങ്ങളും ഈ 5 കർമ്മങ്ങളെ പറ്റിയിട്ടും 5 ഈ പ്രപഞ്ചം ഉള്ളതിനെ പറ്റിയിട്ടും വർണ്ണിക്കുന്നു. ശിവശക്തിയുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി എന്ന് സൗന്ദര്യലഹരിയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ ശക്തിയില്ലാതെ ശിവന് ഒരു ചലിക്കുവാൻ പോലും സാധിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ദേവി പഞ്ചകൃത്യ പരായണയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിവയാണ് 5 കൃത്യങ്ങൾ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ, സദാശിവൻ എന്നിവരാണ് ഈ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി എന്നൊക്കെ ദേവിയെ സ്തുതിക്കുന്നു. പഞ്ചയജ്ഞപ്രിയയാണ് ദേവി. 5 യജ്ഞങ്ങളിൽ സംപ്രീതയാണ്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ സാക്ഷാത് പരമേശ്വരന് ചലിക്കുവാൻ പോലും സാധിക്കില്ല എന്ന് ശിവശക്തിയുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി എന്ന് ആദിശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ ദേവിയെ സ്തുതിക്കുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ തത്വസംഹിത അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ സാധാരണ സ്ഥൂലമായിട്ടുള്ള വസ്തുക്കളിലാണ് നമ്മുടെ ശ്രദ്ധ. പരാഞ്ചികാനി വിതരണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിന അന്തരാത്മൻ എന്ന് കഠോപനിഷത്ത് പറയുന്നു. നമ്മൾ സാധാരണ എല്ലാവരും തന്നെ ബഹിർമുഖരാണ്. അന്തർമുഖ വൃത്തിയിൽ നമുക്ക് താല്പര്യം കുറവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഈ പ്രപഞ്ച തത്വങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി എന്നാണ് ഈ 3 മന്ത്രങ്ങൾ സഹസ്രനാമത്തിലുണ്ട്. ഈ മന്ത്രങ്ങളെ വിസ്തരിച്ച് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ ക്ഷേത്രജ്ഞ യോഗം എന്ന് പറയുന്ന ഒരു വലിയ അധ്യായത്തിൻ്റെ വിസ്താരമായിട്ടത് വരും. ദേവി ക്ഷേത്രസ്വരൂപയാണ്, ക്ഷേത്രസ്വരൂപിണിയാണ്. ദേവി ക്ഷേത്രേശിയാണ്, ക്ഷേത്രത്തിൻ്റെ ഈശ്വരിയാണ്. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പാലിക്കുന്നവളാണ് ക്ഷേത്രജ്ഞപാലിനി എന്നാണ് ഈ മന്ത്രങ്ങളുടെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ക്ഷേത്രം എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. വളരെ സാമാന്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുന്ന അമ്പലം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞേതി തദ്വിദാഹ എന്ന് ഭഗവാൻ ക്ഷേത്രജ്ഞൻ എന്നുള്ളതിന് അർത്ഥം കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ സ്ഥൂല ബുദ്ധികളായതുകൊണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ ചോദിക്കും 8 വലുത് 9 വലുത് എന്ന് ചോദിച്ചാൽ കുട്ടി അനായാസം പറയും 9. 8000 വലുത് 900 വലുതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 900 വലുതെന്ന് പറയും. 80,000 വലുത് 9,000 വലുതെന്ന് ചോദിച്ചാൽ 9,000 എന്നത് പറയും. അത് പെട്ടെന്ന് തിരിച്ചറിയില്ല. സൂക്ഷ്മത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ പോകാറില്ല. ഇവിടെ ഇതേവരെ നമ്മൾ ഈ തത്വം എന്നുള്ള ഭാഗമല്ലാതെ കൂടുതൽ ഭക്തി, ഉപാസന, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള രൂപം, മന്ത്രങ്ങൾ, ഇതൊക്കെ ശബ്ദാത്മികമാണ്. ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കും. ഇപ്പോൾ കൂടുതൽ ക്ഷേത്രജ്ഞ സ്വരൂപം,
ഈശ്വരസ്വരൂപം എന്നുള്ള തത്വത്തിലേക്ക് നമ്മളെ സഹസ്രനാമം എത്തിക്കുന്നു. ക്ഷേത്രം എന്നുള്ളതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം അമ്പലം എന്നൊരർത്ഥം ആകാം. കൃഷിഭൂമി എന്നൊരർത്ഥം ഉണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഈ ശരീരം ആണ് ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ കാശി, കാഞ്ചി, രാമേശ്വരം മുതലായ ക്ഷേത്രങ്ങളെ ഓർക്കുന്നു. അവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളവരുടെ മഹത്വം കൊണ്ടും അവിടെ നടന്നു വരുന്ന ക്രമമായിട്ടുള്ള പൂജാദികളെ കൊണ്ടും അവിടെ ഭക്തന്മാരുടെ പ്രാർത്ഥന, സാധന എന്നിവയുടെ ശക്തി കൊണ്ടും ചൈതന്യവത്തായിത്തവ വിളങ്ങുന്നു. ഇതിനെ ക്ഷേത്രം എന്ന് പറയാം. അവിടെയൊക്കെ ഉള്ള ദേവിയാണ് ക്ഷേത്രേശി എന്നൊരർത്ഥം, സാമാന്യമായിട്ടുള്ള അർത്ഥം പറയാം. ഈ ശരീരമാണ് ക്ഷേത്രം. ഇതിൽ കുടികൊള്ളുന്ന ജീവാത്മാവാണ് ക്ഷേത്രജ്ഞൻ എന്നുള്ള അർത്ഥവും ആകാം. ആ ക്ഷേത്രജ്ഞനെ അറിയലാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരനും സർവവ്യാപ്തമായ ഈശ്വരനും ഒന്ന് തന്നെ എന്ന് അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ക്ഷേത്രം എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. വയൽ എന്നുള്ള അർത്ഥമുണ്ട്. സാധാരണ ഒരു കൃഷിക്കാരൻ വയലിൽ പണിയെടുക്കുന്നു. അത് ക്രമമായ രീതിയിലായാൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. ആദ്യം ഉഴുതു, കളയെടുത്തു, വേണ്ട വളം ചെയ്തു, വെള്ളമൊഴിച്ചു, വിത്ത് പാകി, അതിനെ വേലി കൊണ്ട് സംരക്ഷിച്ചു, അത് നന്നായിട്ട് വലുതാവാൻ അനുവദിച്ചു. സമയമാകുമ്പോൾ അവർക്ക് ഒരു കൊയ്ത്ത് കിട്ടും. ഇത് ക്രമം തെറ്റിയാൽ ഇതിലൊന്നും കിട്ടില്ല. ആദ്യം വിത്ത് പാവി, എന്നിട്ട് ഉഴുതു, എന്നിട്ട് വെള്ളമൊഴിച്ചു, എന്നിട്ട് വളമിട്ടു, എന്നിട്ട് വീണ്ടും ഉഴുതു, അവസാനം എന്താ കിട്ടുക? ഒന്നും കള മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അഭിക്രമം അതിന് വേണ്ടതാണ്. അപ്പോൾ ഈശ്വര ആരാധന എന്ന് പറയുന്നതും ഒരു സയൻസാണ്, അതൊരു ശാസ്ത്രമാണ്. അത് വേണ്ട രീതിയിൽ അതിനെ നമ്മൾ പ്രയോഗിക്കണം. ഏതെങ്കിലും രീതിയിൽ ചെയ്താൽ അതിന് ഫലം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന നേഹ അഭിക്രമ നാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപ്പമപ്പസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ഈ ആധ്യാത്മിക സാധന കൊണ്ട് മന്ത്രജപം, നാമസങ്കീർത്തനം, ഭഗവത് സ്മരണ, പുരാണശ്രവണം, മഹാപുരുഷന്മാരെ കാണുക, സജ്ജന സംഗതിയിൽ ഏർപ്പെടുക, നല്ലവരുടെ കൂടെ ഇടപഴകുക, ഇത് സ്വല്പമായാലും മതി. ഗംഗാജലലവ കണികാപീത ഭഗവത്ഗീത കിഞ്ചിത് അധീത. കുറച്ച് മതി എന്നർത്ഥം. ഇത് ലവലേശമായാലും കൂടി അത് നമ്മളെ ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് നമ്മളെ മുക്തരാക്കുന്നു, നമ്മളെ സജ്ജനങ്ങൾ നല്ലവരാക്കുന്നു, നമുക്ക് മോക്ഷപ്രാപ്തി വരെ അത് നൽകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ദേവി ക്ഷേത്ര സ്വരൂപിണിയാണ്. മഹാക്ഷേത്രങ്ങളിൽ കാണുന്നതും നമ്മുടെ മനസ്സിൽ ഉള്ളതും എല്ലാവരുടെ ഹൃദയത്തിൽ നിവസിക്കുന്നതും ദേവിയാണ്. ക്ഷേത്രേശിയാണ്. ക്ഷേത്രജ്ഞപാലിനിയാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഈ ദേവി അല്ലാതെ മറ്റൊന്നുമില്ല. മഹാക്ഷേത്രങ്ങളിൽ കാണുന്നതും നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങുന്നതും ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളതും സർവവ്യാപ്ത ചൈതന്യമാണ് ദേവി എന്നുള്ളതിൻ്റെ സാമാന്യമായ സൂചനയാണ് ഈ 3 മന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.